വേദയുടെയും വിക്രത്തിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ അങ്ങനെ കമലമ്മയെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നു. കമലമ്മ വിക്രത്തെക്കുറിച്ച് ഓർത്ത് വളരെ സങ്കടത്തിലും ആരോഗ്യ പ്രശ്നത്തിലുമാണ് എന്ന് മനസ്സിലാക്കിയ വേദ വിക്രം തൻ്റെ കൂടെ സേഫായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ വേദ വിക്രത്തിൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, വിക്രത്തെ ആരും ഒന്നും ചെയ്യില്ല, വിക്രം എൻ്റെ കൂടെ സേഫായിട്ടുണ്ട് അമ്മേ. ഇത് കേൾക്കുന്ന കമലമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കമലമ്മ വേദയെ സന്തോഷത്തോടെ ഹഗ് ചെയ്ത് ശേഷം പറയാണ്, ഇപ്പോൾ വിക്രത്തിന് പുറത്തു വരാൻ പറ്റിയ സാഹചര്യം അല്ല അമ്മേ, എല്ലാം അമ്മയ്ക്ക് അറിയാലോ. വാസവൻ്റെ കയ്യിലെങ്ങാനും പെട്ട എന്തായിരിക്കും എന്ന് പറയാൻ പോലും പറ്റില്ല. അതുപോലെ പോലീസും ആണെങ്കിൽ തേടി നടക്കുകയാണ്. മൊത്തത്തിൽ വിക്രത്തിനിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തായാലും കള്ളക്കേസാണിത്, വിക്രം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ. വിക്രം ആണെങ്കിൽ എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞതുമാണ്. അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്തായാലും വിക്രത്തിനിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അമ്മയെ കാണാൻ വരാത്തത്. ഇന്നലെ വീട്ടിൽ പോലീസുകാർ റെയ്ഡിന് വന്നിരുന്നു. സംശയം തോന്നിയിരുന്നു അവർക്ക്. കാരണം വിക്രം ഇടയ്ക്ക് അമ്മയെ സ്വപ്നം കണ്ട് പേടിച്ചിട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ ഓൺ ചെയ്തായിരുന്നു. പക്ഷെ അത് പോലീസുകാർക്ക് വിവരം കിട്ടി എവിടെ നിന്നാണ് ഓൺ ചെയ്തത് എന്നുള്ള ടവർ പ്രകാരം വീട്ടിലേക്ക് അന്വേഷിച്ച് വരികയായിരുന്നു. അവർക്ക് സംശയം തോന്നിയിട്ട് എന്നിട്ട് പിന്നെ റെയ്ഡിനൊക്കെ വന്നു. പക്ഷെ അവർക്ക് വിക്രത്തെ കണ്ടുപിടിക്കാനൊന്നും സാധിച്ചില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിരൽ ഡോറിൻ്റെ ഇടയിൽ കൊടുക്കിയിട്ടൊരു നാടകം കളിച്ചത് കൊണ്ടാണ് അവർ പോയത് തന്നെ. ഇല്ലെങ്കിൽ ശരിക്കും വിക്രത്തെ അവർ കണ്ടുപിടിക്കുകയായിരുന്നു അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദയുടെ കൈവിരൽ നോക്കിയിട്ട് കമലമ്മയ്ക്ക് ഒരുപാട് സങ്കടമായിട്ട് പറയുന്നുണ്ട്. അയ്യോ മോളെ, മോളുടെ കൈ ഇങ്ങനെ ആയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് വലിയ കാര്യമൊന്നുമില്ല അമ്മ, എനിക്കൊരു പ്രശ്നമില്ല, എന്തായാലും വിക്രം സേഫാണ്, അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അമ്മയ്ക്ക് ഞാനൊരു വാക്ക് തരികയാണ്, വിക്രത്തെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല, അതിന് ഈ വേദ അനുവദിക്കില്ല, ഈ വേദ ഉണ്ടാകും വിക്രത്തിൻ്റെ കൂടെ ഇനി എന്നും. വേദയുടെ ഈ വാക്കുകൾ അങ്ങനെ കമലമ്മയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നു. വേദ പറയാണ്, ഞാനെങ്കിൽ ചെല്ലട്ടമ്മേ, വിക്രം പാവം സ്റ്റോർ റൂമിലിരുന്ന് ബോറടിക്കുകയാകും, ഞാൻ ഏതായാലും ചെല്ലട്ടെ, അമ്മ ഇനി സമാധാനമായിട്ടിരിക്കൂ, വിക്രത്തിന് വേണ്ട മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും, അമ്മ ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത്. അങ്ങനെ വേദ സുധാകരൻ മാഷിനോടും സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അമ്മയോട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അമ്മ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയും, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, ഈ വേദയുണ്ട് എല്ലാവരുടെയും കൂടെ. സുധാകരൻ മാഷ് ഒരു ചെറു പുഞ്ചിരിയോടെ നിറ കണ്ണുകളോടെയും വേദയുടെ കൈകൾ പിടിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് പറയാതെ തന്നെ. അങ്ങനെ വേദ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വിക്രം ആണെങ്കിൽ വേദ വരുന്നതും കാത്തിരിക്കുകയാകും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. വേദ റൂമിൽ കയറി വന്നതും വിക്രം എഴുന്നേറ്റ് വേദയോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ധൃതിപ്പെട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഓടി പോകുന്നുണ്ട്. എന്തായി വേദ, അമ്മയെ കണ്ടായിരുന്നോ, അമ്മ ഓക്കെ ആണോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ലെന്നേ, അമ്മ വിക്രത്തെക്കുറിച്ച് ഓർത്ത് ആകെ ടെൻഷനായി, BP കയറിയിട്ടാണ് ആകെ പ്രശ്നമായത്, 2 ദിവസം ഒബ്സർവേഷനിൽ വെച്ചതേ ഉള്ളൂ, അമ്മ ഇപ്പോൾ ഓക്കെ ആണ്, എന്തായാലും പേടിക്കാനൊന്നുമില്ല. വേദേ, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയല്ലോ? അല്ലെന്നേ, ഞാൻ സത്യമാ പറഞ്ഞത്, അമ്മ ഇപ്പോൾ ഓക്കെയാണ്. മാത്രമല്ല ഇനി വിക്രത്തെക്കുറിച്ച് ഓർത്ത് അമ്മയ്ക്ക് ടെൻഷനും ഉണ്ടാകില്ല, കാരണം ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞു, വിക്രം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്നും. അത് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി, ആശ്വാസമായി. അമ്മ വളരെ സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ എനിക്ക് കിസ്സൊക്കെ തന്നു. ഇത് കേൾക്കുന്ന വിക്രം ഹാപ്പി ആകുന്നു. സന്തോഷം കൊണ്ട് വേദയെ ഹഗ് ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് വേദേ, എൻ്റെ വീട്ടുകാരെ നീ പരിഗണിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും ഈ എന്നെയും നീ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. വാക്കുകൾ കൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഇന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കരയാണ് വിക്രം. ആ സമയം വേദ പറയുകയാണ്, ഏയ് വിക്രു, കരയാതെ, എല്ലാം ശരിയാകും, സമാധാനമായിട്ടിരിക്കൂ, ഞാനല്ലേ പറയുന്നേ. അങ്ങനെ വിക്രം ബെഡിലിരിക്കുന്നു. ശേഷം വേദ വിക്രത്തിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഹലോ ഗുണ്ട വിക്രം, ഇങ്ങനെ കരയില്ലെന്നേ. അങ്ങനെ കേട്ടതും വിക്രം പറയാണ്, നീ എന്നെ ഇനി എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്കത് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു.
അപ്പോൾ വേദ പറയാണ്, വിക്രം ഇരിക്കി, ഞാൻ കഴിക്കാൻ വല്ലതും എടുത്തുകൊണ്ട് വരാം, നമുക്ക് ഭക്ഷണം കൂടി വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദ അങ്ങനെ ഭക്ഷണം എടുക്കാനായിട്ട് പോകുന്നു. വിക്രമാണെങ്കിൽ വേദ പോയിട്ടും കുറേ സമയം വേദയെക്കുറിച്ച് തന്നെ ഓർത്ത് ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വേദ ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നു. ഡോറെല്ലാം അടച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഈ സമയം വേദയുടെ കൈവിരലിലെ മുറിവ് വേദ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു മറന്നിട്ട് വേദ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. ഭക്ഷണം ഇങ്ങനെ കുഴിക്കുന്ന സമയത്ത് വേദയ്ക്ക് നല്ല വേദനയുണ്ടാവും, എരിച്ചിലും ഉണ്ടാവും. അപ്പോൾ വേദ വളരെ ഇങ്ങനെ എരിച്ചിലോടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ എന്തൊരു എരിച്ചില്ല, ഞാനാണെങ്കിൽ മറന്നുപോയി എൻ്റെ വിരലിന് മുറിയായിട്ടുള്ള കാര്യം. ഈ സമയം വിക്രം പറയും, ഷോ നിൻ്റെ കാര്യത്തിൽ മാത്രം നിനക്ക് ഒരു ശ്രദ്ധയില്ല, എന്നെ എന്തൊക്കെ കാര്യങ്ങൾ നീ കെയർ ചെയ്യുന്നു, നിൻ്റെ കാര്യം വന്നപ്പോൾ ഒട്ടും ശ്രദ്ധയില്ല, കൈ കാണിച്ചേ ഞാൻ നോക്കട്ടെ. ഷോ ഇതിങ്ങനെ കെട്ടാതെയാണ് ഇട്ടിരിക്കുന്നേ, ഞാൻ എന്തായാലും മരുന്ന് വെച്ച് കെട്ടിത്തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ടെൻഷനായിട്ട് വിക്രം നല്ല പോലെ ഇങ്ങനെ വേദയെ കെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ വിക്രത്തിൻ്റെ കെയർ കാണുമ്പോൾ വേദ ഇങ്ങനെ വിക്രത്തെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതായത് വിക്രം ഇങ്ങനെ മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് വിരലിൽ. അപ്പോൾ വേദയാണെങ്കിൽ വിക്രത്തിനെ ഇങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. വിക്രം അതൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ തേച്ച് അങ്ങനെ വേദയുടെ കൈവിരലൊക്കെ കെട്ടിക്കൊടുക്കുന്നു. ശേഷം വാഷ്റൂമിൽ പോയി കൈകളൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം ആ ഒരു ഫുഡിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് വേദയോട് പറയാണ്, നീ ഇവിടെ വന്നിരുന്നേ. എന്തിനാ? ആ വന്നിരുന്നേ. അങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്തിരിക്കുന്നു. ശേഷം ഫുഡ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം വാരി കൊടുക്കുമ്പോൾ വേദയ്ക്ക് നല്ലൊരു ചമ്മലാകുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ പറയാണ്, അല്ല ഞാൻ കഴിച്ചോളാം, ഞാൻ സ്പൂൺ കൊണ്ട് കഴിച്ചോളാം, വിക്രം കഴിച്ചോ, വിക്രത്തിൻ്റെ കൈക്കും വയ്യല്ലോ. എൻ്റെ കൈക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയി വരുന്നുണ്ടല്ലോ, നീ ഇപ്പോൾ കഴിക്കി. അല്ല അത് പിന്നെ ഇല്ല. എന്താ നീ ഞാൻ വാരി തന്ന കഴിക്കില്ലേ? നീ വാരി തന്നപ്പോൾ ഞാൻ കഴിച്ചല്ലോ, എനിക്കൊരു മടിയില്ലാതെ, വാ തുറക്ക്. അങ്ങനെ വേദയ്ക്ക് വിക്രം ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. വിക്രം അതേ പ്ലേറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹ നിമിഷമായിരുന്നു അത്. വേദ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നു. വിക്രം ആണെങ്കിലും തിരിച്ച് വളരെ സന്തോഷത്തോടെ വേദ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശേഷം അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ വരുന്നു. എന്നിട്ട് പിന്നെ വേദ ഇങ്ങനെ മരുന്ന് എടുത്താൽ കൊടുക്കുന്ന സമയത്ത് വിക്രം പറയും, വേണ്ട ഇന്ന് ഞാൻ തന്നെ എടുത്തോളാം, നീ ആദ്യം നിൻ്റെ കൈ ഒന്ന് ശരിയാവട്ടെ എന്നിങ്ങനെ പറയുന്നു. എൻ്റെ വിരലിന് യാതൊരു കുഴപ്പമില്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ പിന്നെ എല്ലാം കുഴപ്പമില്ലെന്നല്ലേ പറയുള്ളൂ, നീ എന്തായാലും നിൻ്റെ കാര്യം എന്തായാലും നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇന്നിപ്പോൾ ഞാൻ ചെയ്തോളാം, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേദ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിക്കുന്ന സമയത്ത് വിക്രം പറയും, ഇന്ന് താഴെയൊന്നും കിടക്കണ്ട, ഇന്നിവിടെ വന്ന് കിടന്നോ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല കുഴപ്പമില്ല ഞാനിവിടെ വിരിച്ച് കിടന്നോളാം എന്ന് പറയുന്ന സമയത്ത്, നീ ഇവിടെ ധൈര്യമായി വന്ന് കിടക്ക് വേദേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ വിക്രത്തിൻ്റെ അപ്പുറത്ത് തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.